എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്. സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും അരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിന്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയിട വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. തിരുഹൃദയഗീതം കവിത 24 ഭാഗം. മനുഷ്യൻ്റെ മനുഷ്യ ചലനങ്ങളൊക്കെയും മനസ്സിലാക്കുന്നു ഞാൻ പൂർണ്ണമായി. എന്നെ പിരിയാതെ യാത്ര ചെയ്യുന്നവൻ മണ്ണിനാൽ മൂടിയ കല്ലു തട്ടി മറിയുവാൻ പോകുമ്പോൾ മൽക്കര പങ്കജം മമതയിൽ സത്തരം താങ്ങിടുന്നു. സത്യസ്വരൂപനാം എന്നെ സ്തുതിക്കുവാൻ നിത്യവും ദാഹിച്ചു ജീവിച്ചവർ മൃത്യു വരിക്കുമ്പോൾ സ്തുതിഗീതം തുടരാൻ എത്തുന്നു സ്വർഗീയ സുഖവേദിയിൽ. സർവ്വത കൊടുമൂടി മുഴുവനും ഒരു മുതുകൈയിൽ, സർവ്വത കൊടുമൂടി മുഴുവനും ഒരു കൈയിൽ, പായോദിയ ഘാതങ്ങൾ മറുകൈയിലും സംഭവിച്ചിടുന്ന കരബലം വീക്ഷിച്ച് സന്തതമെന്നെ ആരാധിക്കുവിൻ. മാസായിലുടം മേരിവായി മാസായിലുമേരിബായിലേമി എന്നെ മറന്നു വഴി മാറി സഞ്ചരിച്ച മനുഷ്യർക്ക് നേരിട്ട വിധിയോർത്തു മക്കളെ മാമക തിരുസ്വരം ശ്രദ്ധിക്കുവിൻ. ഇരുളിൻ്റെ മുറികളിലിരിപ്പുറപ്പിക്കാതെ വരുവിൻ പ്രകാശത്തിൻ നടുവിലേക്ക്. മാരക പാപത്തിൻ ഭൂതലത്തിൽ നിന്നും പോരുക പുണരുക നിത്യജീവൻ. മാലാഖമാരൊത്തു വീണ വായിക്കുവാൻ മാനവരെല്ലാരും വന്നിടട്ടെ. കടലിലും കരയിലും സകല സൃഷ്ടങ്ങളും കർത്താവാമെന്നെ നാമിച്ചിടുമ്പോൾ വാനാധാരങ്ങളും സൂര്യനും ചന്ദ്രനും വനമാകെ വളരുന്ന വൃക്ഷങ്ങളും മഞ്ഞണി മലകളും മരുഭൂതലങ്ങളും മനുഷ്യർക്ക് മാതൃക കാട്ടിയെന്നും എന്നെ സ്തുതിക്കുമ്പോൾ മനുഷ്യ മക്കൾ ചിലർ നിന്ദനം തുടരുന്നു നന്ദി ശൂന്യർ. മലകൾ ഞാൻ ഉൾപ്പെയ്താൽ മലകൾ ഞാൻ അരുൾ ചെയ്താൽ മെഴുകുപോലുരുകുന്നു. കടലുകൾ കരകളായി മാറിയിടുന്നു, കുടിലുകൾ കൊട്ടാരമാകുന്നു മണിമേട. ഞൊടിനേരം കൊണ്ട് മൺമൂനയാകും, കണ്ണീരൊഴുക്കി പിഴയിടിക്കുന്നോർക്ക് വിണ്ണിൽ സിംഹാസനമേകിടുമ്പോൾ കാരുണ്യശാലിയാം എന്നെ നോക്കിക്കൊണ്ട് കാട്ടാറ് കൈയടിക്കുന്നു മോദാൽ. പാപികൾ പശ്ചാത്താപിച്ചെന്നെ പുണരുന്ന പ്രതിഭാസം കണ്ട് പ്രസന്നമായി പാട്ടുകൾ പാടുന്നു പൈങ്കിളി കൂട്ടങ്ങൾ. പർവ്വതം പൊട്ടിച്ചിരിച്ചിടുന്നു,
വെൺമേഘസ്തംഭത്തിൽ നിന്നു ഞാൻ നിങ്ങളെ വീക്ഷിച്ചിടുന്ന സങ്കൽപ്പമോടെ ചന്ദ്രൻ്റെ ശീതള ഛായയിൽ മാരക ചാരു സ്വരൂപത്തെ ദർശിക്കുവിൻ. ചന്ദ്രൻ്റെ ശീതള ഛായയിൽ മാമക ചാരു സ്വരൂപത്തെ ദർശിക്കുവിൻ. അന്ത്യവിധിക്കായി ധൃതന്ത ശോഭയിൽ ആഗതനാകുന്ന എന്നു മോദാൽ ആദരിച്ചിടുവാൻ സ്വീകരിച്ചിടുവാൻ ആനന്ദലഹരിയിലണിനീരക്കാൻ തിന്മകൾ കൂടാതെ കന്മഷം കലരാതെ നന്മയിൽ നാൾക്കുനാൾ മുന്നേറുവിൻ. ക്ലേശങ്ങളാൽ നിങ്ങൾ കേഴുമ്പോൾ ഞാൻ വരും. ആശ്വാസവചനങ്ങൾ അരുൾ ചെയ്യുവാൻ. വേനലിൽ ചൂടേറ്റു പൊരിയുന്ന കരയുന്ന വേഴാമ്പൽ കിളികളാമൻ സൂതർക്ക് ചന്ദന ശീതള വൃക്ഷങ്ങൾ നിറയുന്ന വൃന്ദാവനങ്ങൾ ഞാൻ സജ്ജമാക്കും. സുഖദുഃഖങ്ങളിൽ നിങ്ങളോടൊത്തു ഞാൻ മുഖം മറയ്ക്കാതെന്നും പങ്കുചേരും. വാടിയിൽ വാടിക്കരിയും ചെടികളെ വാർമാരി വർഷിച്ച രക്ഷിച്ചിടും. മഹിയിലെ മറ്റെല്ലാ സൃഷ്ടിജാലത്തെയും സെഹിയോനെ പോലെ ഞാൻ സ്നേഹിക്കുന്നു. നല്ലൊരു ചിന്ത. ഒരു അമ്മയും മകളും തമ്മിൽ രാവിലെ മുതൽ വഴക്കായിരുന്നു. ബന്ധുവായ ഒരു സ്ത്രീ മാധ്യസ്ഥം വഹിക്കാൻ ശ്രമിച്ചു. അവർ അമ്മയോട് ചോദിച്ചു, മകൾക്ക് എത്ര വയസ്സായി? 20. അമ്മ പറഞ്ഞു, ഇവൾക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങിയോ? ബന്ധു ചോദിച്ചു. 23 വയസ്സിൽ ഏതായാലും കല്യാണം നടത്തണം, അമ്മ പ്രതിവചിച്ചു. അതിനർത്ഥം ഇനിയും നിങ്ങൾക്ക് സ്നേഹിച്ച് ജീവിക്കുവാൻ കിട്ടുന്നത് വെറും 1000 ദിവസങ്ങൾ മാത്രം, ബന്ധു പറഞ്ഞു. അതോടെ അമ്മയുടെയും മകളുടെയും കലഹം അവസാനിച്ചു. ജീവിക്കാനും സ്നേഹിക്കാനും കിട്ടുന്ന ദിനങ്ങളുടെ എണ്ണം നോക്കിയാൽ തന്നെ കലഹത്തിന് ശമനമുണ്ടാകും. ഒരായുസിൻ്റെ എണ്ണപ്പെട്ട ദിനങ്ങൾക്കുള്ളിൽ നാം കണ്ടുമുട്ടുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ പരിമിതമാണ്. ഒരിക്കൽ മാത്രം കണ്ടു പിരിയുന്നവരും ഏറെയായിരിക്കും. പിന്നെ എന്തിനാണ്, ആരോടാണ് നിരന്തര കലഹവും പകയും? താൽക്കാലിക വികാര വിക്ഷോഭങ്ങൾക്ക് കീഴടങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന സൗഹൃദ നിമിഷങ്ങളെ മറന്നു പോകരുത്. എല്ലാ ബന്ധങ്ങളിലും നമുക്ക് ആത്മഹർഷം നൽകിയ ചില നിമിഷങ്ങളെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യം നാം സൗകര്യപൂർവ്വം വിസ്മരിക്കരുത്. വെറുപ്പിനുള്ള മുഖാന്തരങ്ങളിൽ നിന്നും വിമോചിതരായി സ്നേഹത്തിൽ തുടരാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഒരേ കാരണത്തിൻ്റെ പേരിൽ ആവർത്തിക്കപ്പെടുന്ന വഴക്കുകളാണ് ഏറെ അർത്ഥശൂന്യവും വിനാശകാരിയും. അവരെ അംഗീകരിക്കാനും അവരവരെ തിരുത്തുവാനും കഴിഞ്ഞാൽ എല്ലാം ബന്ധങ്ങൾക്കും സ്വാഭാവിക വളർച്ചയുണ്ടാകും. അവരവരെ അംഗീകരിപ്പിക്കാനും അവരെ തിരുത്താനുമുള്ളതാണ് ബന്ധങ്ങൾ എന്ന തെറ്റിദ്ധാരണയാണ് സൗഹൃദ കുടകളായിരിക്കേണ്ടത്.
സൗഹൃദ കൂടുകളായിരിക്കേണ്ട അവയെ വിഷക്കൂടുകളാക്കി മാറ്റുന്നത്. ആദ്യം എല്ലാം തികഞ്ഞവരല്ല പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ശരിയുണ്ടെങ്കിൽ അതിൻ്റെ ബലത്തിൽ മറ്റെല്ലാ കുറവുകളും അവഗണിക്കപ്പെടണം. ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള ഒറ്റമൂലി അതുതന്നെ. ജീവിതത്തെ നന്നായി മനസ്സിലാക്കാൻ 3 സ്ഥലങ്ങൾ സന്ദർശിക്കണം: ആശുപത്രി, ജയിൽ, ശ്മശാനം. ആശുപത്രിയിലെത്തുമ്പോൾ നമ്മൾ ദിവസേന അനുഭവിക്കുന്ന ആരോഗ്യത്തെക്കാൾ മനോഹരമായ മറ്റൊരു അനുഗ്രഹമില്ലെന്ന് നമുക്ക് മനസ്സിലാകും. ജയിൽ സന്ദർശിക്കുമ്പോൾ നാം പലപ്പോഴും വിലമതിക്കാത്ത സ്വാതന്ത്ര്യം എത്ര വലിയ അനുഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്മശാനത്തിലെത്തുമ്പോൾ ഈ ജീവിതം എത്ര നശ്വരമാണെന്ന് മനസ്സിലാകും. നമ്മൾ ചവിട്ടി നടക്കുന്ന ഈ മണ്ണ് നാളെ നമ്മുടെ മേൽക്കൂരയായിത്തീരും. അതുകൊണ്ട് ഈ 3 സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവ നൽകുന്ന ജീവിത പാഠങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കും. കാരണം അവ നമ്മെ പഠിപ്പിക്കുന്നത് ആരോഗ്യത്തെ സ്നേഹിക്കാനും സ്വാതന്ത്ര്യത്തെ വിലമതിക്കാനും ജീവിതം അർത്ഥവത്താക്കാനുമാണ്. ജീവിതത്തെ നന്നായി മനസ്സിലാക്കാൻ ഉബുണ്ടു എന്നൊരു കോൺസെപ്റ്റ് അധികമായാൽ വില കുറയും. പലരുടെയും ജീവിതത്തിൽ എപ്പോഴും ഒരു വിളിപ്പുറത്ത് നിൽക്കുന്ന ചിലരുണ്ടാകും. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്വന്തം തിരക്കുകൾ പോലും മാറ്റിവെച്ച് ഒന്ന് ഫോൺ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു സന്ദേശം അയച്ചാൽ ഉടനെ ഓടിയെത്തുന്നവർ. തുടക്കത്തിൽ നമ്മൾ അവരെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കിക്കാണും. നമ്മുടെ വലിയൊരു ഭാഗ്യമാണ് അവരെന്ന് മറ്റുള്ളവരോട് പറഞ്ഞെന്നിരിക്കും. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കാഴ്ചയ്ക്ക് നിറം മങ്ങാൻ തുടങ്ങും. അവർ അങ്ങനെയാണെന്ന് ഉറപ്പ് മനസ്സിൻ്റെ ഉള്ളിൽ വീഴുന്നതോടെ നമ്മൾ അവരെ ശ്രദ്ധിക്കാതാവും. അവരോട് സംസാരിക്കുമ്പോൾ കാണിച്ചിരുന്ന താല്പര്യം കുറയും. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മടി തോന്നും. ഒരു മുറിയുടെ ചുവരിൽ ചായം പൂശിക്കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ദിവസത്തേക്ക് അതീവ ശ്രദ്ധ കൊടുക്കും നമ്മൾ. ഇത്തിരി അഴുക്ക് പുരണ്ടാൽ പെട്ടെന്നത് തുടച്ചു മാറ്റും. ആരെങ്കിലും അവിടെ കാല് ഉയർത്തിയാന്ന് ചവിട്ടി നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ അസ്വസ്ഥരാകും. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവിടെ ചവിട്ടി നിൽക്കാൻ തുടങ്ങും. എപ്പോഴും ലഭ്യമാകുന്ന മനുഷ്യർ ഒടുവിൽ ഒരുതരം ശീലമായി മാറും. ശീലമായതിനൊന്നും പ്രത്യേക പരിഗണനകൾ കിട്ടാറില്ല. അവർ ചെയ്യുന്ന വലിയ ത്യാഗങ്ങൾ പോലും അതിൽ കാര്യമില്ല, അയാളുടെ സ്വഭാവം അങ്ങനെയാ എന്ന ഒറ്റ വരിയിൽ നമ്മൾ നിസ്സാരമായി ഒതുക്കിക്കളയും. സ്നേഹത്തിന് ഒരു അതിരുണ്ടാവണം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് ഒരിക്കലും ശീലമാകരുത്. ചിലപ്പോഴൊക്കെ നമ്മൾ അല്പം മാറി നിൽക്കേണ്ടി വരും. വല്ലപ്പോഴും മാത്രം പെയ്യുന്ന മഴയെയാണ് ഭൂമി കാത്തിരിക്കുന്നത്. എല്ലാ ദിവസവും പെയ്താൽ അത് വെറും ചെളിയും ശല്യവുമായി മാറും. അതുപോലെ നമ്മുടെ സ്നേഹവും കരുതലും മറ്റുള്ളവർക്ക് ഒരു ശല്യമായി മാറുന്നതിന് മുൻപ് സ്വന്തം മൂല്യം മനസ്സിലാക്കി ഒരല്പം അകലം പാലിക്കാൻ നമ്മൾ പഠിക്കണം. സ്നേഹം തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും നൽകുന്ന സ്നേഹത്തിന് വിലയില്ലാതാകുന്നത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും ലഭ്യമാവുക, അല്ലാത്ത ഇടങ്ങളിൽ അല്പം അതിര് നിശ്ചയിക്കണം. കടപ്പാട്. ജയേഷ് മൈനാഗപ്പള്ളി. ആരും ആരുടെയും സ്വന്തമല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കി ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഒരു രസം തോന്നാത്ത ആളില്ലേ? കല്യാണം ശരിയാവാത്ത ഒരാളുടെ അച്ഛനോട് ചെന്ന് നിങ്ങൾ ആ കൊച്ചിനെ കെട്ടിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്, കല്യാണം കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവരോട് കുഴപ്പം ആർക്കാണ് എന്ന് അന്വേഷിക്കുന്നത്, രോഗം വന്ന് ക്ഷീണിച്ച ഒരാളോട് വല്ലാതങ്ങ് മെലിഞ്ഞു പോയല്ലോ എന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്നത്, സാമാന്യം തടിയുള്ള ഒരാൾക്ക് അയാൾ ആവശ്യപ്പെടാതെ പോലും മെലിയാനുള്ള പൊടിക്കൈകൾ നിർദ്ദേശിക്കുന്നത്, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ഒരാളോട് അവനവൻ്റെ വില പറഞ്ഞ് വേണം ചെലവാക്കാനെന്ന് പേടിപ്പെടുത്തുന്നത്,
ഇനി അഥവാ സാമ്പത്തിക ഭദ്രതയുള്ള ആളാണെങ്കിൽ കുറെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ പോലുള്ള തമാശകൾ പറയുന്നത്, ആഗ്രഹിച്ച ജോലി ശരിയാക്കാൻ നെട്ടോട്ടം ഓടുന്ന ആളോട് അങ്ങ് കൊമ്പത്തെ പണി മാത്രമേ ചെയ്യുള്ളൂ അല്ലേ എന്ന് കുറ്റപ്പെടുത്തുന്നത്, മരണവീട്ടിൽ ചെന്ന് മരിച്ചയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി ആരായുന്നത്, ജീവിച്ചിരുന്നപ്പോൾ അയാൾ ചെയ്തു കഴിഞ്ഞതും ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിക്കുന്നത്, അങ്ങനെ സമൂഹത്തിന്റെ തമാശകൾ ഒരുപാടാണ്. കേൾക്കുന്നവർക്ക് എന്തു തോന്നും എന്ന് ചിന്തിക്കാതെയുള്ള വർത്തമാനങ്ങൾ, അറിവില്ലായ്മ മുതൽ മറ്റൊരാളെ വേദനിപ്പിക്കുക, അതിൽ ആനന്ദിക്കുക എന്ന ഉദ്ദേശത്തോടെ സംഭവിക്കുന്ന ക്രൂരമായ തമാശകൾ. ഇതിലൊന്നും ആരുടെയും ഉപദേശമോ സഹതാപമോ ശ്രദ്ധയോ പോലും ആരും ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും എന്താണ് കാഴ്ചക്കാർ എല്ലാത്തിലും ഇടപെടുന്നത്? പിന്നെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകും. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കി ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഒരു രസം തോന്നാത്ത ആളില്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ ആ ആളെ ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ഓർത്ത് കാണും. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കി 2012 ഒരു നാളും എന്നെ പിരിയാത്ത സ്നേഹമായി വാഴുന്ന എന്നേശുനാഥ, അകത്താരിലെന്നും മോദമോടെ നിന്നെ സ്നേഹിക്കാൻ കൃപയരുളൂ. ഒരു നാളും എന്നെ പിരിയാത്ത സ്നേഹമായി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നല്ലത് വരട്ടെ. ഗുഡ് നൈറ്റ്.